വൈറലായല്ലേ? അതെ അതെ, വൈറലായി. പ്രതീക്ഷിച്ചോ? അല്ല, ഇതിനു മുമ്പ് നമ്മൾ വൈറലായിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഇവിടുത്തെ നാട്ടിലെ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരുടെ കലോത്സവ വേദി പങ്കെടുത്തത്, അത് നമ്മുടെ ബിന്ദു മേഡം ഷെയർ ചെയ്തിട്ടുണ്ട്, അതും വൈറലായിട്ടുണ്ട്. അതുപോലെ ഈ അടുത്തൊരു തേവലക്കാരുടെ സ്കൂളിലാണെങ്കിൽ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞൊരു പ്രസംഗവും വൈറലായി. അത് നമ്മുടെ ശിവൻകുട്ടി സാറ് ഇട്ടിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രി. അത് ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞത് വൈറലായത് ഈ പോർഷനാണ്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേരുമ്പോൾ വെള്ളമാണെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ ആ വെള്ളം ദാഹിക്കുന്നവന് കൊടുക്കാനുള്ളതാണെന്നും കൂടി പഠിപ്പിക്കണം. ഈ പോർഷനാണ് വൈറലായത്. ആ പ്രസംഗം കഴിഞ്ഞ് ഉദ്ഘാടനം നടത്തുന്നത് ബിന്ദു മേഡം ആയിരുന്നു, മുഖ്യപ്രഭാഷണം ഞാനുമായിരുന്നു. അപ്പോൾ മുഖ്യപ്രഭാഷണത്തിന് ഞാൻ നടത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം നന്ദിയും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കാര്യം ഓർക്കുന്നത്. അത് ഞാൻ എന്നിട്ട് വന്നിരിക്കാൻ പോയപ്പം ബിന്ദു മേഡം എന്നെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് എണ്ണീറ്റ് വരുമായിരുന്നു. ആ സമയത്താണ് ഞാൻ എളുപ്പം ഓർത്തത്. ആ സമയത്ത് ഞാനപ്പം മൈക്ക് വാങ്ങിച്ചിട്ട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ആ കാര്യം പറഞ്ഞാണ്. ശരിക്കും അവിടെ ആരെയും ഞാൻ അങ്ങനെ കണ്ടില്ലായിരുന്നു, തട്ട് വിട്ടത്. ആ ഇത്തിന്നല്ലേ. അപ്പം ആ കൂട്ടുകാരിക്ക് തട്ട് വിട്ടതിൻ്റെ പേരിൽ പഠനം നിശ്ചയിച്ചെന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് പ്രതികരിക്കണ്ടേ? അങ്ങനെ ഞാൻ പ്രതികരിച്ചാണ് അവിടെ. എൻ്റെ പേരെന്താ? എൻ്റെ പേര് ഐഷ.